ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. നമ്മളിത് ഇന്ന് നമ്മളെ സെക്കൻഡ് എപ്പിസോഡാണ്. ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ പണി അതായത് നമ്മൾ കുറച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യും. പ്രത്യേകിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഗൈസ്. നമുക്ക് ഇതിൻ്റെ റൂഫ് ഒന്ന് കംപ്ലീറ്റ് മൂടണം ഗൈസ്. ചിലപ്പം ഗൈസ്, ഞാൻ ഉറപ്പ് പറയത്തില്ല ഗൈസ്. കാരണം ഇത് ഉറപ്പ് പറയത്തില്ല. ഇന്നലെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇന്നലെ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. കാരണം ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറ്റിയത് ഗൈസ്. ഇന്നലെ സംഭവം ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ആദ്യം ഈ വീഡിയോയ്ക്കകത്താണോ എന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കവർ ചെയ്യാം ഗൈസ്. ഇവിടെയും കൂടെ കവർ ചെയ്യാനുള്ള ബ്ലോക്ക് നമ്മുടെ കാണും ഗൈസ്. കാണാനൊന്നും ഇരിക്കത്തില്ല. കാണാതിരിക്കത്തില്ല ഗൈസ്. കാണും ഉണ്ട് ഗൈസ്. ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടോർച്ച് വെച്ചിട്ട് എന്തായാലും വെളിയിൽ പോകാം. നമുക്ക് കുറച്ച് സാൻഡ് കളക്ട് ചെയ്യണം ഗൈസ്. സാൻഡ് സീനിൽ നമുക്ക് ഇവിടെ ഗൈസ്, ഇവിടെ ഷുഗർ കെയിനൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് ഷുഗർ കെയിനൊക്കെ ഇപ്പോഴേ എടുത്ത് റെഡിയാക്കിയേക്കാം. നമുക്കതായിട്ട് മേളിൽ പോയി നമുക്ക് നട്ട് വെച്ചാൽ മതി ഗൈസ്. നമ്മൾ സാൻഡ് കളക്ട് ചെയ്യുവാണ് ഗൈസ്. എന്താ പറ്റി പൊട്ടിക്കാൻ പറ്റാതെ? ഗൈസ്, ഈ സാൻഡ് പൊട്ടിക്കാൻ ഗൈസ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. നമുക്കത് കൊണ്ടൊന്നും ചെയ്യാം. നമുക്ക് സാൻഡ് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയാൽ പോരായോ ഗൈസ്. നമുക്ക് സാൻഡ് കളക്ട് ചെയ്യാം ഗൈസ്. എനിക്ക് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പേടിയാണ് ഗൈസ്. മറ്റേ റൗണ്ട് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് എനിക്ക് വെള്ളത്തേക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. ഓ ഗൈസ്, നൈറ്റ് ആവുന്നു. നമുക്ക് ഓടിപ്പോകാം. നമുക്ക് ഓടിപ്പോയിട്ട് നമ്മളിവിടെയൊക്കെ ടോർച്ച് ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് വലിയ സീൻ കാണത്തില്ല ഗൈസ്. നമുക്ക് കുറച്ച് ഫർണസ് ഉണ്ടാക്കി വെച്ചേക്കാം ഗൈസ്. ഫർണസ് ആദ്യം തന്നെ നമുക്ക് ഡോർ പണിയാം ഗൈസ്. ഡോറൊക്കെ ആദ്യം തന്നെ വെക്കാം ഗൈസ്. ഡോർ വെച്ചിട്ടല്ലേ ഗൈസ് നമ്മുടെ വീട്ടിൽ ജനലൊക്കെ വെക്കുന്നത്. അപ്പം നമ്മൾ ഡോർ ഇവിടെ വെച്ചു. എൻ്റെ ഐഡിയ മനസ്സിലായല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇതുവഴിയും കൂടെ ഒരു ഡോർ വെച്ചാൽ കൊള്ളായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ തോന്നുന്നു. ഇവിടെയും കൂടെ വെച്ചാൽ, കാരണം ഇങ്ങനെ ഒരു ഡോർ വെച്ച് നമുക്ക് പുറകിൽ നിന്ന് വന്ന് കയറാനും പറ്റും. നമുക്ക് ഒന്നെങ്കിൽ നമുക്കിങ്ങനെ പുറകിൽ നമുക്ക് വാതിലായിട്ട് ഇടാം ഗൈസ്. നമ്മൾ നൈറ്റൊക്കെ ഓടി വരാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടി അങ്ങനെ ഒരു വാതിൽ വെക്കാം, എസ്കേപ്പ് ചെയ്യാനൊക്കെ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് പുറകിലൊരു ഇതുപോലെ സെറ്റ് ചെയ്യാം. എന്താ പറയുക, മറ്റേ ഫെൻസൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഒരു ഫാം ലാൻഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. കുഴി നമുക്ക് തൽക്കാലം അങ്ങോട്ട് ഇറങ്ങണ്ട ഗൈസ്. നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം ഗൈസ്. നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം ഗൈസ്. സ്റ്റോൺ അതിന് മുമ്പ് നൈറ്റായി നമുക്ക് കിടന്നുറങ്ങാം. എന്താ ഞാൻ ഇവിടുത്തെ ഫാനൊന്നും കിടക്കുക ഭയങ്കര ചൂട്. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. അയ്യോ ശരിക്കും കിടക്കാൻ പറ്റാത്തേ? എന്താ എനിക്ക് കിടക്കാൻ പറ്റാത്തേ? ഇത്രയും നൈറ്റായിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. സോംബീസ് പോണാവും, നമ്മൾ എത്തുമോ? ഇല്ല കിടക്കാൻ പറ്റി ഗൈസ്. നമുക്ക് കിടക്കാൻ പറ്റി. ഇത് നമ്മുടെ വിജയം. സ്റ്റോൺ എടുക്കാൻ ഗൈസ് നമ്മൾ സാധനം എടുക്കാൻ പോയപ്പോൾ അവിടെ എങ്ങാണ്ട് ഒരു കേവ് പോലത്തെ സാധനം കണ്ടായിരുന്നല്ലോ ഗൈസ്. അതൊക്കെ പൊട്ടി ഗൈസ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഊളും പൊട്ടും കുറച്ച് വുഡും. കാരണം നമുക്ക് കുറച്ച് ഇതും ക്രാഫ്റ്റ് ചെയ്യണം. അതായത്
ഇതിൻ്റെ പേരെന്താ എൻ്റെ ചെസ്റ്റ് ചെസ്റ്റ് കുറച്ച് പെട്ടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. കുറച്ച് പെട്ടിയും ക്രാഫ്റ്റ് ചെയ്യണം. പിന്നെ എന്തുവാ നമ്മുടെ വീടിൻ്റെ ബ്ലോക്ക് ചിലപ്പം, ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ നമ്മളൊരു ബ്ലോക്ക് ഹൈറ്റ് കൂട്ടും ഗൈസ്. ചിലപ്പോൾ നമ്മളൊരു ബ്ലോക്ക് കൂട്ടും. ഗൈസ് ബ്ലോക്ക് കൂട്ടും. എന്നാലും വലിയ സീനില്ലെന്ന് തോന്നുന്നു. പൊട്ടിച്ചെടുക്ക്, പൊട്ടിച്ച് മാറ്റേ. ഇപ്പം കത്ത് അടിപൊളിയായി. അടിപൊളിയായി ശേടാ. പിന്നെന്തുവാ എനിക്ക് എന്തുവാ പറയേണ്ടതെന്നറിയില്ല. കാരണം അത്രയ്ക്ക് സന്തോഷമായി. കാരണം സന്തോഷം എനിക്ക്. ഈ സാധാ ഇട്ട വീഡിയോയ്ക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടപ്പം അതിന് സൗണ്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്ത സൗണ്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ഫുള്ള് മ്യൂട്ടാ. അപ്പോൾ അതൊന്ന് ഓക്കെ. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണാറില്ല ഗൈസ്. അതുകൊണ്ട് എനിക്കറിയത്തില്ല ഗൈസ്. ഇതൊക്കെ ഒരു ഊഹം വെച്ച് അങ്ങ് പറയുന്നതാണ് ഗൈസ്. ഇച്ചിരി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ച് നോക്കത്തേ ഉള്ളൂ ആദ്യത്തെ കുറച്ച് ഭാഗം. അതുകൊണ്ട് വെച്ച് ക്ലിയറായിട്ട് അറിയത്തില്ല. പിന്നെ എന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്റ്റോൺ ഇതൊക്കെ ഭയങ്കര മേനയല്ലേ. നമുക്ക് കുറച്ച് ഫുഡ് ക്രാഫ്റ്റ് ചെയ്യാൻ. കാരണം സ്കെലിറ്റൻ നമ്മളെ അടിച്ച് നമ്മൾ ചത്തുപോയാണ്. ഇപ്പം ഞാൻ ചത്തുപോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇടാൻ വേറെ ആരുമില്ല. ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ വീഡിയോ കാണും. അതുകൊണ്ട് നമ്മൾ ചത്തുപോകാത്ത ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെന്തുവാ, ഇനി അതേ മൂവൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ആ സ്കെലിറ്റൻ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഹെൽത്ത് ഒന്ന് റീജൻ ചെയ്തിട്ട് സൈഡിൽ നിൽപ്പുണ്ടോ? സൈഡിൽ നിൽപ്പുണ്ട്. അയ്യോ കുട്ടി സോംബി. അയ്യോ കുട്ടി സോംബി പോടാ. കുട്ടി സോംബി വലിയ സോംബിയും കൂടെ നമ്മളെ ആക്രമിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് അങ്ങനെയെല്ലാം ഉണ്ടോ? നമ്മൾ സീനല്ലേ. അയ്യോ നമ്മൾ തെറിച്ചു പോയി. എന്തായാലും ആരോ ഉണ്ട് നന്നായി. നമുക്ക് പെട്ടെന്ന് പുറകോട്ട് വരാൻ പറ്റി. കുറച്ച് റീജനായിട്ട് പോകാം ഗൈസ്. നോണ്ട് നിൽക്കുന്നു. ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ഇച്ചിരി ക്വാളിറ്റി കുറവാണ് ഗൈസ്. ഈ വീഡിയോ മാക്സിമം ഞാൻ ക്വാളിറ്റിയോടെ എടുക്കാൻ ഞാൻ ശ്രമിക്കാം ഗൈസ്. അതിൽ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ അത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് കത്തിച്ചത്തേനെ. അത് പെട്ടെന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് ബേൺ അടിച്ച് അതിൻ്റെ മേത്ത് ഫയർ കയറി ചത്തുപോയതിന്. സൺലൈറ്റ് അതിൻ്റെ മേത്ത് കൊള്ളാൻ പറ്റത്തില്ല. നമുക്ക് കയറി റഷ് ചെയ്ത്
എത്ര പേരായി വരുന്നത്? പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ പേടിച്ചു പോയേനെ. ഇപ്പം ഞാൻ കളിച്ച് പഠിച്ച് അതായത് അയ്യോ ക്രീപ്പർ കയറാൻ പറ്റുന്നില്ല കയറി ക്രീപ്പർ കയറി വരുന്നു. അയ്യോ ഇപ്പം ചത്ത് പോയേനെ കേസ് നമ്മൾ. ചാവ് കേസ്. അത് വേണമായി ചാവട്ടെ. ചത്തോ അത്? നോക്കട്ടെ എന്താ പറ്റിയത്. ചത്തുപോയി. അത് ചത്തുപോയി ഗൈസ്. ചത്തുപോയാൽ നമ്മൾ കൊന്നു ഗൈസ്. അയ്യോ അത് ഗൈസ് ഇത് എവിടെ നിന്നാണ് ഗൈസ് ആരൊക്കെ കൊള്ളുന്നേ? ഇനി അതിനകത്ത് ആൾക്കാരുണ്ടോ? അയ്യോ അതിനകത്ത് ടൺ കണക്കിന് ആൾക്കാരാ ഗൈസ്.